നമുക്ക് തലസ്ഥാനത്തെ നടുക്കിയ, അതായത് ഡൽഹിയെ നടുക്കിയ കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവത്തിലേക്കാണ്. ഡൽഹിയിലെ റാവോസ് IAS കോച്ചിങ് സെന്റർ പ്രവർത്തിച്ചത്. അവിടെയാണ് വെള്ളം കയറി 3 വിദ്യാർത്ഥികൾ മരിച്ചത്. നിലവിലെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അതിൻ്റെ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നത്. ബേസ്മെന്റിൽ ലൈബ്രറി നടത്താൻ ഒരു തരത്തിലുള്ള അനുമതിയും ഉണ്ടായിരുന്നില്ല എന്ന് അഗ്നിശമന സേന പോലീസിന് റിപ്പോർട്ട് നൽകി. കോച്ചിങ് സെന്റർ മുന്നിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധവും തുടരുകയാണ്. അപകടത്തിൽ മരിച്ച മലയാളി വിദ്യാർത്ഥിയുടെ മൃതദേഹം ഇന്ന് നാട്ടിലേക്ക് എത്തിക്കും. മനുഷ്യൻ വിതച്ച ദുരന്തം തന്നെയാണ്, മഴ കാരണമായെന്ന് മാത്രം. ബേസ്മെന്റിൽ പാർക്കിങ്ങും സ്റ്റോറേജ് മുറിയും മാത്രം നടത്താൻ അനുമതി ഉണ്ടായിരുന്ന കോച്ചിങ് സെന്ററാണ് ലൈബ്രറിയും ക്ലാസ് റൂമുകളും പണിത് വിദ്യാർത്ഥികളെ കുത്തി നിറച്ചത്. അപകടം സംഭവിച്ചപ്പോൾ അനുശോചനം രേഖപ്പെടുത്തി അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് വാർത്താക്കുറിപ്പ് പുറത്തിറക്കി റാവൂസ്. ദുരന്തം മിഴിതുറപ്പിച്ച കോർപ്പറേഷൻ ഓടി നടന്ന് റെയ്ഡ് നടത്തി. നിയമലംഘനം കണ്ടെത്തിയ 13 കോച്ചിങ് സെന്ററുകൾ പൂട്ടി. കോച്ചിങ് സെന്ററിന് മുന്നിൽ ഇപ്പോഴും പ്രതിഷേധത്തിലാണ് വിദ്യാർത്ഥികൾ. മരിച്ചവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും അപകടത്തിൽ ബാധിക്കപ്പെട്ടവരുടെ കൃത്യമായ കണക്ക് പുറത്ത് വിടണമെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ഇവൻ ആളിത്തിരി ഒരു ഹൈറ്റും എല്ലാം ഉള്ള ആളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവൻ ഹെൽപ്പ് ചെയ്ത് എല്ലാവരും പുറത്ത് വരാൻ വേണ്ടി കുറേ ആൾക്കാരെ സഹായിച്ചിട്ടായിരിക്കും അവസാനം അങ്ങനെ വന്നത്. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി നെവിന്റെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. ഇതിനോടകം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വൈകിട്ട് 8:30 വിമാനത്തിൽ തിരുവനന്തപുരത്തേക്കാണ് കൊണ്ടുവരുന്നത്. വിഷയം രാജ്യസഭയിൽ ഹ്രസ്വചർച്ച നടത്തുമെന്ന് അധ്യക്ഷൻ ജഗ്ദീപ് ധൻകർ പ്രഖ്യാപിച്ചു. ലോക്സഭയിലും വിഷയം ഉന്നയിച്ചു. 3 വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടമാകേണ്ടി വന്നു. അധികാരികളുടെ കണ്ണ് തുറപ്പിച്ചതാ ഇതുപോലെ ഓവുചാലുകൾ തോണ്ടി വൃത്തിയാക്കാൻ. ഡൽഹിയിൽ നിന്നും സ്റ്റീഫൻ മാത്യുവിനൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്. ഡൽഹിയിൽ നിന്നുള്ള വിദ്യാർത്ഥി ആദിത്യൻ നമുക്കൊപ്പം ചേരും. അതിനു മുൻപ് അർജുൻ പീതാംബരനിലേക്ക് വേഗത്തിൽ നിന്ന് പോകാം. അർജുൻ, ഇപ്പോൾ ഓടി നടന്ന് പരിശോധനകൾ നടക്കുന്നു, അഴുക്കുചാൽ വൃത്തിയാക്കുന്നു. ഇതൊക്കെ സമയബന്ധിതമായി ചെയ്തിരുന്നെങ്കിൽ ഈ അപകടമൊന്നും ഉണ്ടാകില്ലായിരുന്നു. പിന്നെ ഇത്രയേറെ നിയമലംഘനങ്ങൾ നടത്തിക്കൊണ്ട് ഈ കോച്ചിങ് സെൻറ്റർ, അതെന്ന് വെച്ചാൽ ഇത്രയേറെ കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ഈ സെൻറ്ററിൻ്റെ ഒന്നും പ്രവർത്തനത്തെക്കുറിച്ച് അവിടുത്തെ നഗരസഭാ അധികൃതർക്കൊന്നും ഒരു ധാരണയുമില്ലായിരുന്നു. ഇപ്പോൾ ഫയർഫോഴ്സുകളുടെ അവരുടെ അനുമതിയില്ല എന്ന റിപ്പോർട്ട് നൽകുമ്പോൾ ഈ കെട്ടിടമൊക്കെ നടക്കുമ്പോൾ അവരിത് അന്വേഷിക്കണ്ടേ? അനുമതികളൊക്കെ വാങ്ങിയിട്ടാണോ ഈ കെട്ടിടങ്ങളൊക്കെ പണിതതെന്ന്? ഇനി രക്ഷിച്ച് ഈ നഷ്ടപ്പെട്ട 3 ജീവൻ തിരിച്ചു പിടിക്കാനും കഴിയില്ല. തീർച്ചയായിട്ടും ദിവേഷേട്ടാ, ഈ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള അനാസ്ഥയാണ് നടന്നിരിക്കുന്നത്. ഈ റാവൂസിൻ്റെ മാത്രം കാര്യമില്ല. ഇപ്പോൾ ആ കറോൾ ബാഗിൻ്റെ പരിസരത്ത് തന്നെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 90% IAS കോച്ചിങ് സെൻറ്ററുകളുടെയും അല്ലെങ്കിൽ UPSC കോച്ചിങ് സെൻറ്ററുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഈ ബേസ്മെൻറ്റിലാണ് ലൈബ്രറിയും അതുപോലെ തന്നെ ചില ക്ലാസ് റൂമുകളും എല്ലാം തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലൊരു അപകടം ഭാവിയിലും സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും കർശനമായിട്ടുള്ള നടപടി ഇതിനെതിരെ വേണം എന്നുള്ള കാര്യം തന്നെയാണ്. ഈ അപകടം സംഭവിച്ചതിന് പിന്നാലെയാണ് നിലവിലെന്തായാലും നടപടി കോർപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നത്. ഇതുപോലെ അനധികൃതം എന്നുള്ള കാര്യം വ്യക്തമായിട്ടുള്ള 13 കോച്ചിങ് സെൻറ്ററുകളുടെ ബേസ്മെൻറ്റ് സീൽ വെച്ചിട്ടുണ്ട്, പൂട്ടിയിട്ടുണ്ട്. ഈ നടപടി ഇനിയും ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ അപകടവുമായി ബന്ധപ്പെട്ട് 7 പേരാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. റാവൂസിൻ്റെ ഉടമയും കോർഡിനേറ്ററെയും ഇപ്പോൾ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ അപകടം തടഞ്ഞു നിർത്താൻ സാധിക്കുമായിരുന്നു. മഴ പെയ്തിട്ടുണ്ടെങ്കിലും ഈ അഴുക്കുചാൽ പൊട്ടിയതാണ് വലിയ പ്രശ്നം. കോർപ്പറേഷൻ്റെ അനാസ്ഥ, ഒപ്പം തന്നെ റാവൂസ് അനധികൃതമായി എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് അനധികൃതമായി വെറും സ്റ്റോറേജ് റൂം മാത്രം പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടായിരുന്ന ആ ബേസ്മെൻറ്റിലാണ് ഇങ്ങനെ കുട്ടികളെ കൊണ്ട് ക്ലാസ് റൂമുകളും അതുപോലെ തന്നെ ലൈബ്രറിയും എല്ലാം തന്നെ പ്രവർത്തിപ്പിച്ചത്. അവിടേക്ക് തന്നെ ഈ വെള്ളം ഇങ്ങനെ ഇരച്ചെത്തി അത് വലിയൊരു ദുരന്തത്തിലേക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഇപ്പോഴും അവിടെ വിദ്യാർത്ഥികൾ പ്രതിഷേധം നടത്തുന്നു. അവരുടെ ആവശ്യമെന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള കണക്ക് പുറത്തുവിടണമെന്നുള്ളതാണ്. ഈ 3 കുട്ടികൾ മരിച്ചു എന്നുള്ള കാര്യം നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ അതിൽ പലരും ആരോപിക്കുന്നത് അതിൽ കൂടുതൽ ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അപകടം. എന്താണ് അർജുൻ അങ്ങനെ ഒരു ആരോപണം ഉണ്ടാകാൻ കാരണം? അങ്ങനെ കൂടുതൽ ബന്ധുക്കൾ ആരെങ്കിലും കാണാതായിട്ടുള്ള പരാതികളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കാണാനുള്ള പരാതികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ അവിടെ പോയി സംസാരിച്ച സമയത്ത് അവിടുത്തെ കുറച്ച് വിദ്യാർത്ഥികൾ പറയുന്നൊരു കാര്യം, അന്ന് ആ അപകടം സംഭവിച്ച ദിവസം ഈ പുറത്തേക്ക് കൊണ്ടുപോയ ആളുകൾ അതിൽ കൂടുതൽ എണ്ണം ഉണ്ടായിരുന്നു. അവിടെ നിന്നും പുറപ്പെട്ട ആംബുലൻസുകളുടെ എണ്ണം കൂടുതലായിരുന്നു. ഒരേ ബാഗിൽ തന്നെ ഒന്നിലധികം ആളുകളുടെ മൃതശരീരം ഉണ്ടാകാൻ പോലും സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, കുറച്ച് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ അവരുടെ മക്കളെ കാണാനില്ല എന്നുള്ള കാര്യം ഉന്നയിച്ചുകൊണ്ട് ഇവിടെ ഡൽഹിയിൽ ഈ കോച്ചിങ് സെൻറ്റർ ഇരിക്കുന്ന ഭാഗത്ത് വന്ന് അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം
കാര്യമാണ്. അത്തരമുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് നടുത്തെരുവിൽ ഇറങ്ങി പ്രതിഷേധിക്കുകയാണ്, ആരോപിക്കുകയാണ് വിദ്യാർത്ഥികൾ. വരുന്ന എല്ലാ അധികാരികളോടും ഇതേ കാര്യം പറയുന്നു. എത്ര പേർക്ക് ഈ ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള കണക്ക് പുറത്തുവിടണം, കൃത്യമായി അന്വേഷിച്ച് ഈ കാര്യം വ്യക്തമാക്കണം എന്നുള്ള കാര്യമാണ് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇതെല്ലാം കേട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാണ് പോലീസും എം പിമാരും അതുപോലെ തന്നെ ഇപ്പോൾ അല്പം മുൻപാണ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അവിടെ വന്നു പോയത്. അവരെല്ലാവരും ആവശ്യം കേൾക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അത് പരിഗണിക്കാനോ അതിൽ കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് നൽകാനോ നിൽക്കുന്നില്ല. അതോടുകൂടി വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിക്കും. ഈ വന്നവരെല്ലാം തന്നെ ഇന്നലെ സ്വാതി മലിവാളായിരുന്നെങ്കിൽ ഇന്ന് VK സക്സേനയ്ക്കെതിരെയായിരുന്നു മുദ്രാവാക്യം വിളി. അദ്ദേഹം അവിടെ നിന്ന് പിന്തിരിഞ്ഞ് പോവുകയാണ് ചെയ്തത്. മറ്റൊന്നും അവിടെ ചെയ്യാനുണ്ടായിരുന്നില്ല. അങ്ങനെ വലിയ സമരം, വലിയ പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് തുടരുന്നു. അർഹമായിട്ടുള്ള ധനസഹായം, നഷ്ടപരിഹാരം ഈ വിദ്യാർത്ഥികൾക്ക് നൽകണമെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. കാരണം ഭീമമായ തുക ഫീസിനത്തിൽ വാങ്ങിയിട്ടാണ് ഇങ്ങനെ വിദ്യാർത്ഥികളെ കൃത്യമായിട്ടുള്ള സൗകര്യങ്ങൾ പോലും ഇല്ലാതെ അവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ജീവഹാനി സംഭവിച്ച വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകണമെന്നുള്ള രണ്ടാമത്തെ ആവശ്യം. മൂന്നാമത്തേത് ജുഡീഷ്യൽ എൻക്വയറി, കുറ്റമറ്റ രീതിയിൽ ജുഡീഷ്യൽ എൻക്വയറി. അതിൽ ഭാവിയിൽ ഇങ്ങനെയുള്ള അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള കാര്യം ഉന്നയിച്ചുകൊണ്ട് കൂടിയാണ് അത്തരത്തിലൊരു ആവശ്യം. ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ഈ അപകടത്തിൽ എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എത്ര പേര് ബാധിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കണക്ക് കൃത്യമായി പുറത്തുവിടണം എന്നുള്ള കാര്യം തന്നെയാണ്. ശരി, അർജുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി നമുക്കൊപ്പം ആദിത്യൻ അവിടുത്തെ വിദ്യാർത്ഥി കൂടിയാണ്. ആദിത്യൻ, നിങ്ങളുടെ വളരെ ഒരു സങ്കടകരമായ അവസ്ഥയാണെന്ന് എനിക്കറിയാമെങ്കിലും ഇപ്പോൾ അർജുൻ അവസാനം പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആദ്യത്തിനുള്ള ഒരു സംശയം എന്തെങ്കിലും ഉണ്ടെയാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ കൂടുതൽ പേർ മരിച്ചതായിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടോ? കൂടുതൽ പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെ ആ സംശയങ്ങൾക്ക് അടിസ്ഥാനം എന്താണ്? അപ്പോൾ ഉച്ചയായപ്പോഴത്തേനും നമ്മുടെ 1-2 സുഹൃത്തുക്കൾ ഇതുപോലെ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവർ പറയുന്നത് ഈ അപകടം നടക്കുന്ന സമയത്ത് ഏതാണ്ട് ഒരു 40ഓളം വിദ്യാർത്ഥികളാണ് ബേസ്മെൻറ്റിലുണ്ടായിരുന്നത്. അപ്പം ബേസ്മെൻറ്റിൽ വെള്ളം കയറി തുടങ്ങിയപ്പോഴത്തേനും ലൈബ്രറി അധികൃതരും അതുപോലെ തന്നെ സെക്യൂരിറ്റി ഓഫീസേഴ്സും വന്ന് കുട്ടികളോട് എത്രയും പെട്ടെന്ന് മുകളിലത്തെ നിലയിലേക്ക് പോകാൻ പറയുകയും അവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അപ്പം ഫ്രണ്ട് റോയിലിരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ എന്നോട് ആ സുഹൃത്ത് പറഞ്ഞത് ഒരു ഡാം തുറന്നു വിട്ട പോലെയാണ് വെള്ളം പെട്ടെന്ന് വന്നത്. അപ്പം ഏതാണ്ടൊരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ലൈബ്രറി പൂർണ്ണമായിട്ടും മുങ്ങുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായത്. അപ്പോൾ ഫ്രണ്ട് റോയിലുണ്ടായിരുന്ന കുറേ ആൾക്കാർക്ക് ഓടി രക്ഷപ്പെടാനും മുകളിൽ കയറാനും പറ്റി. ബാക്കി ഒരു 10-14 കുട്ടികളോളം അവിടെ രക്ഷപ്പെടാൻ പറ്റാതെ ആദ്യം ഉണ്ടായിരുന്നുവെന്നും പിന്നീട് അവരെ രക്ഷപ്പെടുത്തിയെന്നുമാണ് നമ്മൾ അറിഞ്ഞത്. ഇപ്പം നമുക്ക് അതിന് കൂടുതലൊന്നും നമുക്കും അറിയില്ല. 3 പേരെന്നാണ് പോലീസ് പറഞ്ഞത്. നമുക്കും അത്ര അറിവേ ഉള്ളൂ. ശരി ആദിത്യ, ഇപ്പോൾ ഇന്നലെയൊക്കെ അവിടെ പഠിക്കുന്ന ഒരു കുട്ടി ഞങ്ങളുടെ അനൂപിനോടൊക്കെ ഈ അവിടുത്തെ നിർമ്മാണത്തിൽ അല്ലെങ്കിൽ കെട്ടിടത്തിലെ നിർമ്മാണത്തിൻ്റെ അപാകതകളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളെപ്പോഴെങ്കിലും എല്ലാവരും ഒരു വലിയ സ്വപ്നവുമായി പോകുന്നതാണ് പലപ്പോഴും നമ്മുടെ മറ്റ് സൗകര്യങ്ങൾ അല്ലേ, നമ്മൾ ബോധപൂർവ്വം അതൊക്കെ മറന്നു കളയും. കാരണം നമ്മുടെ മുഴുവൻ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ പഠിക്കുക എന്നതിലാണല്ലോ. പക്ഷേ ഈ ഒരു അപകട സാധ്യതയുള്ള നിലയിലാണ് അവിടുത്തെ പഠന സാഹചര്യം അല്ലെങ്കിൽ ഈ കെട്ടിടത്തിൻ്റെ അവസ്ഥ എന്നൊക്കെ നിങ്ങൾ വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അതോ ഇങ്ങനൊരു ദുരന്തം വന്നപ്പോഴാണോ സത്യത്തിൽ എല്ലാവരുടെയും കണ്ണു തുറക്കുന്നത്? നമ്മളിതിനെ ഡ്രെയിനേജിനെ പറ്റി പലപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. കാര്യം ഇതിപ്പോൾ ആദ്യമായിട്ടല്ല അവിടെ വെള്ളം പോകുന്നത്. ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് 4 മാസമേ ഉള്ളൂ. മഴക്കാലം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസത്തോളമായി. ഈ 1 മാസത്തിനിടയിൽ തന്നെ പലപ്പോഴായിട്ട് ഇവിടെ വെള്ളക്കെട്ട് വളരെ രൂക്ഷമായ രീതിയിൽ ചെറിയൊരു മഴയ്ക്ക് തന്നെ ഒരു മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ മഴയ്ക്ക് തന്നെ പൂർണ്ണമായും വെള്ളക്കെട്ടാവുന്ന ഒരു രീതിയിലുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ ഉള്ള താമസക്കാർ പലരും പലപ്പോഴും മുനിസിപ്പാലിറ്റിയിൽ കംപ്ലയിൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തതാണ്. അപ്പം അവിടെ നിന്നൊരു ആക്ഷനും ഉണ്ടായിട്ടില്ല. ഡ്രെയിനേജുകൾ പൂർണ്ണമായിട്ടും അടഞ്ഞു തന്നെയാണ് കിടന്നത്. അതാണ് എപ്പോഴും ഒരു മഴയ്ക്ക് വെള്ളക്കെട്ടെന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. അപ്പം ഈ ഒരു മാസം ഈ ഒരാഴ്ച തന്നെ ഇപ്പം ഈ ഒരു കഴിഞ്ഞ ആഴ്ച തന്നെ നമുക്ക് മഴ പെയ്ത 3 ദിവസങ്ങളിൽ ക്ലാസ് ഇല്ലായിരുന്നു, വെള്ളം പൊങ്ങിയിട്ട്. 1 മണിക്കൂർ കൊണ്ട് തന്നെ ഈ വെള്ളം പിന്നെ തീർത്ത് വലിയുകയും അടുത്ത സെഷനിലുള്ള കുട്ടികൾക്ക് അപ്പം തന്നെ ക്ലാസ്സുകൾ നടക്കുകയും ചെയ്യാറുണ്ട്. അപ്പം ഇത് കഴിഞ്ഞ ദിവസത്തെ വെള്ളക്കെട്ട് മഴ കുറച്ച് നേരം കൂടുതൽ പെയ്യുകയും ആ വെള്ളം തടഞ്ഞു നിർത്തിയിരുന്ന ഒരു ഗേറ്റ് തകർന്നു പോവുകയും ചെയ്തു. അങ്ങനെയാണ് ഈ വെള്ളം അത്ര ശക്തമായ രീതിയിൽ അകത്തേക്ക് കയറാനുണ്ടായ കാരണം.
ആദിത്യൻ ഇപ്പോൾ ആദിത്യനൊക്കെ അല്ലേ ഇപ്പോൾ 4 മാസമായിട്ടുള്ള ആദിത്യൻ അവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട് നമുക്കറിയാം സിവിൽ സർവീസിന് റാങ്ക് കിട്ടുമ്പോൾ അവരുമായി നമ്മൾ സംസാരിക്കുന്നതാണ്. അവരൊക്കെ നമ്മളങ്ങനെ സംസാരിച്ചിരുന്നു പറയുന്ന ഉന്നത സ്ഥാനങ്ങളിലൊക്കെ അവരെ പിന്നെ ജോലിയിൽ അവരെ നമ്മൾ ആ രീതിയിൽ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് വലിയ ലക്ഷ്യങ്ങളുമായി പഠിക്കാൻ ചെല്ലുന്നു, അവിടെ അതുമാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആളുകൾ പോകുന്നു, മറ്റുള്ള ഒരു ബന്ധങ്ങൾക്ക് പോലും ചിലപ്പോൾ വിലയില്ലാത്തൊരവസ്ഥയൊക്കെ സ്വാഭാവികമായി വന്നുകൂടാം. ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്ലാസ്സുകൾ ബേസ്മെൻറ്റിലല്ല, നമുക്ക് റൗസിൻ്റെ ക്ലാസ്സുകൾ നടക്കുന്നത് ടോപ്പ് ഫ്ലോറുകളിലാണ്. ക്ലാസ്സുകൾക്ക് ശേഷം ലൈബ്രറികളിൽ നമുക്ക് പഠിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കി തരുന്നത്. അപ്പം ഇവിടെ ഓൾഡ് രാജേന്ദ്രൻ നഗറിലെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ മിക്ക PGകളിലും ഹോസ്റ്റലുകളിലും ഒരു റൂം 2-3 പേര് വെച്ച് ഷെയർ ചെയ്തുള്ള റൂമുകളായിരിക്കും. അപ്പം റൂമുകളിൽ പഠിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ട് തോന്നാറുണ്ട് പല കുട്ടികൾക്കും. അപ്പം അങ്ങനെ റൂമുകളിൽ കൺജസ്റ്റഡ് ആയിട്ടുള്ള സാഹചര്യം ഉള്ളവരാണ് കൂടുതലായിട്ടും ലൈബ്രറികൾ യൂസ് ചെയ്യുന്നത്. അപ്പം പല സിംഗിൾ ആയിട്ട് നിൽക്കുന്ന ഒറ്റയ്ക്ക് ഒരു മുറിയിൽ താമസിക്കുന്ന കുട്ടികൾ പലരും ലൈബ്രറിയിലേക്ക് പോകുന്നത് ഒഴിവാക്കാറുണ്ട്. കാര്യം വളരെ സൈലൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഇത്രയും വലിയൊരു കൂട്ടത്തിലാണ് പഠിക്കേണ്ടത്. ക്ലാസ്സുകളിലൊക്കെ ഉള്ള സൗകര്യം വളരെ മികച്ചതാണ്. എല്ലാം സ്പേഷ്യസ് ആയിട്ടുള്ള ക്ലാസ്സുകളും മോഡേൺ ടെക്നോളജീസും ഫുള്ളി എയർ കണ്ടീഷനും ഒക്കെയാണ്. ലൈബ്രറിയും നല്ല സ്പേഷ്യസ് ലൈബ്രറി തന്നെയാണ്. പക്ഷേ നമ്മൾ പ്രൈവറ്റ് ലൈബ്രറീസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഓൾഡ് രാജേന്ദ്ര നഗറിൽ. പ്രൈവറ്റ് ലൈബ്രറീസ് പലതും നടക്കുന്നത് വീടുകളുടെ ബേസ്മെൻറ്റിലാണ്. അത് ഇപ്പം വളരെ ഇടുങ്ങിയ സ്ഥലങ്ങളിലുള്ള ലൈബ്രറികളുണ്ട്. ഇപ്പം റൗസിൻ്റെ തന്നെയല്ല, നമ്മുടെ ഓൾഡ് രാജേന്ദ്ര നഗറിലുള്ള ഒരു 90% ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും ലൈബ്രറീസ് വരുന്നത് അണ്ടർഗ്രൗണ്ടിലും ബേസ്മെൻറ്റിലും തന്നെയാണ്. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പ്രവർത്തിക്കുന്നതും ബേസ്മെൻറ്റിൽ തന്നെയാണ്. ശരി, അതവിടുത്തെ ഒരു സാഹചര്യമാകാം. അതൊക്കെ നഗരസഭയൊക്കെ അല്ലേ കൃത്യമായി പരിഗണിച്ച് അവിടുത്തെ സുരക്ഷാ കാര്യങ്ങളൊക്കെ നോക്കി അനുമതി കൊടുക്കേണ്ടതാണ്. ഇപ്പം നമ്മളത് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. എങ്കിലും ഈ ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ വിദ്യാർത്ഥികളുടെ ഒരു സമരം, അത് ഇപ്പോൾ നാളെയോ മറ്റന്നാളൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും അവരവരുടെ പഠന കാര്യങ്ങളിലേക്ക് മടങ്ങി പോകേണ്ടതായി വരും. അതിനാണ് സാധ്യതയും. നഷ്ടപ്പെട്ടവരുടെ വേദന അതങ്ങനെ നിലനിൽക്കുകയും ചെയ്യും. എന്താണ് വിദ്യാർത്ഥികൾ, നിങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു തീരുമാനം എന്താണ്? എങ്ങനെ മുന്നോട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രതിഷേധ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുക? ഇപ്പോൾ ലഫ്റ്റനന്റ് ഗവർണർ വരെ വന്നു, കാര്യമായ ഒരു ഉറപ്പ് നിങ്ങൾക്ക് കിട്ടുന്നില്ല. എന്താണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് അവിടെ? ഇപ്പോൾ അവിടെ ആവശ്യപ്പെടുന്നത് കൃത്യമായിട്ടുള്ള ഡെത്ത് ടോൾ എത്ര എന്നുള്ളത് വെളിപ്പെടുത്തുക, മാന്യമായ രീതിയിലുള്ള നഷ്ടപരിഹാരം മരിച്ച കുട്ടികൾക്ക് നൽകുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ആവശ്യം. ഇതിൽ ഉത്തർപ്രദേശ് സ്വദേശിനിയായിരുന്ന ശ്രേയ എൻ്റെ ക്ലാസ്മേറ്റാണ്. ഞങ്ങൾ ഒരേ ക്ലാസ്സിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ശ്രേയയുടെ മരണവാർത്ത നമ്മളൊക്കെ അറിയുന്നത് ഇന്നലെയാണ്. അങ്ങനെ വളരെ ദുഃഖമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളും കടന്നു പോകുന്നത്. ശരിയാണ് ആദിത്യനെ, ഒരു നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ ഇങ്ങനെ ഒരു ദുരന്തത്തിൽ നമ്മളെ വിട്ടുപോവുക എന്ന് പറഞ്ഞാൽ ആർക്കും സഹിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. പക്ഷേ നിങ്ങളൊക്കെ പഠിച്ചു വരാൻ പോകുന്ന തസ്തികകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ട സ്ഥാനങ്ങളിലേക്ക് കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നഗരസഭയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടും ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഇടപെടലുകൾക്ക് ഒരു കരുത്ത് പകരാൻ നമ്മുടെ ഇവിടുത്തെ ജനപ്രതിനിധികളും ഇപ്പോൾ ശശി തരൂർ അടക്കമുള്ളവർ അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. പാർലമെൻറ്റിൽ രാജ്യസഭയിൽ ഒരു ഹ്രസ്വ സമയ ചർച്ചയിലേക്കൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം അല്ലേ? നഷ്ടം തന്നെയാണെങ്കിലും. അതെ, നഷ്ടം തന്നെയാണ്. മനുഷ്യജീവൻ ഒരിക്കലും നമുക്ക് വലിയിടാൻ കഴിയില്ല. ഇനിയിപ്പം മുൻപോട്ട് ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാനുള്ളത് ചെയ്യുക എന്നുള്ളത് ഉള്ളൂ. ശരി, ആദിത്യൻ്റെയൊക്കെ സങ്കടവും നമ്മൾ ഉൾക്കൊള്ളുകയാണ്. എന്തായാലും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. നിങ്ങളുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികൾ ശ്രദ്ധയിലെടുക്കുകയും അതിനുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ നന്ദി ആദിത്യ. ഈ സമയത്തും ഇങ്ങനെ ഈ സമയം നമ്മളോട് ഇരിക്കാൻ കാണിക്കുന്നത് നമുക്കും ഒരു വളരെ ആദിത്യനോട് നമ്മൾ നന്ദി പറയുകയാണ്. ഒരുപാട് താങ്ക്സ് ആദിത്യ. അപ്പോൾ ഇതാണ് അവസ്ഥ. ഈ സിവിൽ സർവീസിൻ്റെ എല്ലാവർക്കും വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് അവിടെ പഠിക്കാൻ ചെല്ലുന്നത്. അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ പഠന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ സൗകര്യങ്ങൾക്കൊന്നും വേറെ പ്രശ്നങ്ങളില്ല. പക്ഷേ ലൈബ്രറിയുടെ ഒരു ബേസ്മെൻറ്റിൽ ലൈബ്രറി കൊണ്ട് സ്ഥാപിച്ചതും അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായതാണ് 3 ജീവനുകൾ നഷ്ടപ്പെടുത്തിയത്. ഇപ്പോൾ അതിനൊക്കെ സൂചിപ്പിച്ച പോലെ എത്ര പേർ മരിച്ചു എന്നൊരു അവ്യക്തത അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് കൃത്യമായ അധികാരികൾ ബോധ്യപ്പെടുത്തണം. അവർക്ക് അർഹമായ അവരുടെ ആ കുടുംബത്തിന് അർഹം എന്നല്ല, ഇതിലിപ്പോൾ ജീവനെ നമുക്കൊന്നും പകരം വയ്ക്കാൻ കഴിയില്ല. പക്ഷെ ഒരു ആശ്വാസമോ അല്ലെങ്കിൽ ഒരു താങ്ങോ
ആകുന്ന നിലയിലുള്ളൊരു കൃത്യമായ ഒരു സഹായം ഉണ്ടാകണമെന്ന ആവശ്യമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് എത്രയും വേഗം പോസിറ്റീവായിട്ട് പരിഗണിക്കാൻ അധികാരികൾക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.